കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം ദിവസം. അഭിമന്യുവിന്റെ മരണത്തിന് പകരം വീട്ടാൻ പാണ്ഡവർ രൗദ്രരൂപം പൂണ്ട സമയം. അന്ന് യുദ്ധഭൂമി കണ്ടത് ലോകത്തെ ഏറ്റവും കരുത്തരായ 2 യോദ്ധാക്കളുടെ നേർക്കുനേർ പോരാട്ടമാണ്. ഒരു വശത്ത് വായുപുത്രനായ ഭീമസേനൻ, മറുവശത്ത് സൂര്യപുത്രനായ കർണൻ. തന്റെ സഹോദരന്മാരെ ദ്രോഹിച്ച കൗരവപക്ഷത്തോടുള്ള ദേഷ്യം മുഴുവൻ ഭീമൻ പുറത്തെടുത്തു. ഗദയുമായി പാഞ്ഞെടുത്ത ഭീമൻ കർണന്റെ അനേകം രഥങ്ങൾ തകർത്തു. കർണന്റെ വില്ലിൽ നിന്ന് പാഞ്ഞുവന്ന അസ്ത്രങ്ങളെ താൻ ഉയർത്തിപ്പിടിച്ച ഗദ കൊണ്ട് ഭീമൻ തടഞ്ഞു. ഭീമന്റെ ഗർജനം കേട്ട് കുരുക്ഷേത്ര ഭൂമി വിറച്ചു. എന്നാൽ കർണൻ പതറിയില്ല. തന്റെ വിജയ എന്ന വില്ലിൽ നിന്ന് അഗ്നി വർഷിക്കുന്ന അസ്ത്രങ്ങൾ അദ്ദേഹം തൊടുത്തുവിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ഭീമന്റെ വില്ലും രഥവും കർണൻ തകർത്തു. ഭീമനെ തന്റെ അമ്പുകളാൽ കർണൻ വരിഞ്ഞു മുറുക്കി. ഭീമൻ നിസ്സഹായനായി കർണന് മുന്നിൽ നിൽക്കേണ്ടി വന്നു. ഭീമനെ വധിക്കാൻ കർണന് അന്ന് എളുപ്പമായിരുന്നു. പക്ഷേ ആ നിമിഷം കർണന്റെ മനസ്സിൽ തന്റെ അമ്മയായ കുന്തിക്ക് നൽകിയ വാക്ക് തെളിഞ്ഞു വന്നു. അർജുനനൊഴികെ മറ്റൊരു പാണ്ഡവനെയും ഞാൻ വധിക്കില്ല എന്ന ആ സത്യം. കർണൻ തന്റെ വില്ല് താഴ്ത്തി. ഭീമനെ വധിക്കാനുള്ള സുവർണ അവസരം അദ്ദേഹം വേണ്ടെന്നു വെച്ചു. ആ പോരാട്ടത്തിൽ ഭീമൻ തോറ്റെങ്കിലും കർണൻ തന്റെ ധർമ്മം കാത്തുസൂക്ഷിച്ചു. ശത്രുവാണെങ്കിലും ഭീമന് ജീവൻ ദാനം നൽകിയ കർണന്റെ മഹത്വം ഇന്നും വാഴ്ത്തപ്പെടുന്നു. കർണനാണോ അതോ ഭീമനാണോ നിങ്ങളുടെ പ്രിയപ്പെട്ട യോദ്ധാവ്? താഴെ കമന്റ് ചെയ്യൂ.